ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് യൂട്യൂബിലെ ന്യൂ യൂട്യൂബ് ടേംസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം ഡെസ്ക് ടോപ്പ് വേർഷനിൽ. കുറച്ച് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മൊബൈലിലൊക്കെ ചെയ്യുമ്പോൾ അത് എററായിട്ടുണ്ട്, പകുതിക്ക് വെച്ച് സ്റ്റോപ്പായിട്ടുണ്ട്, അതുപോലെ ഡിസ്മിസ്സൊക്കെ അടിച്ച് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അത് ഒന്ന് ഡെസ്ക് ടോപ്പ് വേർഷനിൽ ഒന്ന് ലാപ്ടോപ്പിൽ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഓൾറെഡി മൊബൈലിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ന്യൂ യൂട്യൂബ് ടേംസ് അക്സെപ്റ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. നമ്മളത് ഡെസ്ക് ടോപ്പ് വേർഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ശരിയായ രീതിയിൽ നമുക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡെമോയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ യൂട്യൂബ് ടേംസ് കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ശരിയായ രീതിയിൽ ഡെസ്ക് ടോപ്പ് വേർഷനിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ന്യൂ യൂട്യൂബ് ടേംസിൻ്റെ ആ ഒരു ബാനർ നോട്ടിഫിക്കേഷൻ അറിയാതെ ഡിസ്മിസ് അടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ കാണാം. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അറിയാതെ ഡിസ്മിസ് അടിച്ചു. അപ്പോൾ എവിടെ ഈ ഒരു യൂട്യൂബ് ടേംസ് കാണാം, എങ്ങനെ പിന്നീട് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്മിസ് അടിക്കുകയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. ഇങ്ങനെ നമ്മൾ ഡിസ്മിസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാനർ, ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് അത് കാണാൻ കഴിയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഏൺ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഏൺ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ പേജ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഷോർട്സ് ഫീഡ് ആഡ്സ് എന്നുള്ളത്, അതിന് തൊട്ട് താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അപ്പുറത്ത് തന്നെ നമുക്ക് കാണാം വാച്ച് പേജ് ആഡ്സ് എന്നുള്ളത് ആക്റ്റീവ് ആണ്, അതായത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് ആക്റ്റീവ് എന്ന് കാണുന്നത്. ഇവിടെ മെമ്പർഷിപ്പും സൂപ്പേഴ്സൊക്കെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അതൊക്കെ നമുക്കിനി ചെയ്യാനുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷോർട്സ് ഫീഡ് ആഡ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആ ഒരു ന്യൂ യൂട്യൂബ് ടേംസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് വരുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ശരിയായ രീതിയിൽ എററൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അക്സെപ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പുതിയ പേജ് വരുന്നതാണ്. ഇത് നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ studio.youtube.com എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൽ ഡെസ്ക് ടോപ്പ് വേർഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ എറർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം റിവ്യൂ അപ്ഡേറ്റ് ടേംസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അവിടെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ആണ്. ബേസ് ടേംസ് എന്ന് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ റിവ്യൂ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൻ്റെ ആ ഒരു ടേംസ് വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ ജസ്റ്റ് താഴോട്ട് ആ ഒരു ബട്ടൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് വായിക്കാം. ഇവിടെ ഐ അക്സെപ്റ്റ് ദി ബേസ് ടേംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ സ്റ്റെപ്പ് 1 അക്സെപ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പും ഇതുപോലെ റിവ്യൂ ചെയ്യുക. അപ്പോൾ റിവ്യൂ എന്നുള്ള ഭാഗം വാച്ച് പേജ് ടേംസ് ആണ്. റിവ്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഐ അക്സെപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഐ അക്സെപ്റ്റ് ദി വാച്ച് പേജ് ടേംസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. ശേഷം അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും അതും അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ ഇത് രണ്ടും അക്സെപ്റ്റഡ് ആണ്. ബേസ് ടൈംസ് വ്യൂ എന്നുള്ള 2 ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഏണിംഗ് ഫ്രം ഷോർട്സ് ഫീഡ് ആഡ്സ് ഗോ ടേൺ ഓൺ എന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു യൂട്യൂബ് ടേംസ് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഷോർട്സ് ഫീഡിലെ ആഡ്സ് നമുക്ക് വരണമെങ്കിൽ ഇത് ടേൺ ഓൺ കൊടുക്കണം. അപ്പോൾ നമുക്കിത് പിന്നീട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഗോ ടേൺ ഓൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു പേജ് വന്നിട്ടുണ്ട്. ഏൺ ഫ്രം ആഡ്സ് യൂട്യൂബ് പ്രീമിയം. ഇവിടെ ടേൺ ഓൺ ആണ് കൊടുക്കേണ്ടത്. അതായത് യൂട്യൂബ് പ്രീമിയം വഴി നമ്മുടെ ആരെങ്കിലും നമ്മളെ
ഷോർട്സ് കണ്ടാൽ അതിലൂടെയും ക്യാഷ് ലഭിക്കും, ആഡ്സിലൂടെയും ക്യാഷ് ലഭിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ടേൺ ഓൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ പുതിയ ഒരു ഷോർട്സ് മോണിറ്റൈസേഷൻ്റെ മൊഡ്യൂൾ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക, താഴെ ശേഷം അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഷോർട്സ് ഫീഡ് ആഡ്സ് ഓക്കെ ആയിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് കാണാം. ഫെബ്രുവരി 1 മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഷോർട്സിൽ ആഡ്സ് വരുന്നതാണ്, റവന്യൂ വരുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ടേംസും ഷോർട്സ് ഫീഡ് ആഡ്സ് ഒക്കെ ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഈ ഒരു രീതിയിലാണ് ന്യൂ യൂട്യൂബ് ടേംസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.